PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ ഇന്നോ നാളെയോ സംസ്ഥാന സർക്കാർ അറിയിക്കും. മരവിപ്പിക്കൽ കത്തിന്റെ കരട് തയ്യാറായിട്ടുണ്ട്. വിദേശത്തുള്ള മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷമാകും കേന്ദ്രത്തിന് ചീഫ് സെക്രട്ടറി കത്ത് അയക്കുക. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. അതിനിടയിൽ സർക്കാരിന് നൽകാമെന്ന് ഏറ്റ ചില കുടിശ്ശിക കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച് കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ്. സർക്കാരിന് വല്ലാത്ത സമ്മർദ്ദമായിരിക്കും അത്. രാഷ്ട്രീയത്തിനപ്പുറം ഉച്ചകഞ്ഞി കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ സർക്കാരിനെ ബാധിക്കുമോ? എന്താണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും CPIയുടെ എതിർപ്പതിനെ തുടർന്ന് മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഒപ്പിട്ട MOU അത് തൽക്കാലം മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും. അത് ചീഫ് സെക്രട്ടറിയാണ് അറിയിക്കുക. മന്ത്രിസഭയുടെ തീരുമാനം എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ഇക്കാര്യം അറിയിക്കുന്നത്. അതിന്റെ കരട് തയ്യാറായിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരടിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പോൾ കരട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു ക്ലിയറൻസ് കൂടി കിട്ടേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകും. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആദ്യ ഗഡു, അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ PMC ഒപ്പിട്ടപ്പോൾ 900 കോടിയോളം രൂപ സംസ്ഥാനത്തിന് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ സംസ്ഥാനത്തിനുണ്ടായിരുന്നു. എന്തായാലും അത് തടഞ്ഞു വെച്ചു, അത് തടഞ്ഞു വെക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നു. പക്ഷേ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. PMC പദ്ധതിയുടെ നടത്തിപ്പ് താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം സ്വാഭാവികമായി PMC പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ഈ 1500ഓളം കോടി രൂപ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു. അത് ആദ്യ ദിവസങ്ങളിൽ ഒപ്പിട്ടാൽ പിറ്റേ ദിവസം ഈ തുക കിട്ടുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അത് വൈകിയപ്പോൾ തന്നെ ചില സംശയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു അറിയിപ്പ്, ചീഫ് സെക്രട്ടറിയുടെ ഈ അറിയിപ്പ് സംസ്ഥാനത്തിന് ഇക്കാര്യം അറിയിക്കാനാണ് സാധ്യത. ആദ്യ ഗഡുവായി 900 കോടി രൂപയോളമാണ് ലഭിക്കേണ്ടത്. അത് 2022, 2023, 2024 കാലഘട്ടത്തിലെ SSK ഫണ്ടിന്റെ ഗഡു കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കിട്ടാതിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോഴും കുടിശ്ശിക 2022 മുതൽ കുടിശ്ശിക ലഭിച്ചിട്ടില്ല. അപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ നിലവിലെ സാഹചര്യം കടുത്ത പ്രതിസന്ധിയാണ്. പക്ഷേ എങ്ങനെ ഇത് മറികടക്കും എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലും ഒരു വലിയ കീറാമുട്ടിയാണ്. എന്തായാലും നിലവിൽ ഈ ചീഫ് സെക്രട്ടറി ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്രം തന്നെ നൽകാനാണ് സാധ്യത. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.